കേരളത്തിൽ ബി.ജെ.പിയുടെ ഒരു വലിയ വിജയമായി സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കപ്പെടുമ്പോഴും അതിനൊപ്പം തന്നെ തലപ്പൊക്കമായി നിൽക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. വെറും 30 ദിവസം കൊണ്ട് തിരുവനന്തപുരം ബി.ജെ.പിയുടെ ഒരു ഉറച്ച കോട്ടയാക്കി മാറ്റിക്കൊടുക്കുന്നതിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇതിനിടയിൽ തീരദേശ വോട്ടുകളിൽ വലിയ ആശങ്കയുണ്ടാവുകയും ഒപ്പം തന്നെ ലത്തീൻ ബിഷപ്പ് തോമസ് ജെ നെറ്റോ കോൺഗ്രസിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയുമൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ആ നെറ്റും തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു മുന്നേറ്റം. പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങൾ കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ, അതായത് കേവലം 30 ദിവസം മാത്രമാണ് ലഭിച്ചത്. സുരേഷ് ഗോപിക്കൊക്കെ വർഷങ്ങളോളം തൃശ്ശൂർ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിനെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് വളരെ ഏറ്റവും ഒടുവിലാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത്. കുറച്ചുകൂടി നേരത്തെ ആയിരുന്നുവെങ്കിൽ വലിയ മാർജിനിൽ തന്നെ വിജയിക്കാൻ കഴിയുമായിരുന്നു എന്ന് ഇപ്പോൾ ബി.ജെ.പി കണക്കുകൂട്ടുകയും ചെയ്യുന്നു. ഏതായാലും ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിക്ക് തിരുവനന്തപുരത്ത് നൽകിയ നേട്ടം ചെറുതല്ല. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട എന്നിവിടങ്ങളിൽ ബി.ജെ.പിയെ ഒന്നാമതെത്തിച്ചു. ഈ നിയോജക മണ്ഡലങ്ങളിൽ ബി.ജെ.പി ഒന്നാമതാണ്. ഒപ്പം തന്നെ കോവളവും നെയ്യാറ്റിൻകരയും തിരുവനന്തപുരവും 2ാം സ്ഥാനത്തേക്ക്, അതായത് 7 മണ്ഡലത്തിലും നിറസാന്നിധ്യമായി നിന്നു രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് കുറച്ചു നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ വിജയം കൈപ്പിടിയിൽ ഒതുക്കാമായിരുന്നു എന്ന് ഇപ്പോൾ ബി.ജെ.പി നേതാക്കൾ കരുതുന്നു. ഏതായാലും വളരെ കുറഞ്ഞ മാർജിനിലാണ് ശശി തരൂരിന് ജയിക്കാൻ കഴിഞ്ഞത്. വലിയ തിരിച്ചടി നേരിടുമെന്ന് പ്രതീക്ഷിച്ച തീരദേശ മേഖലയിൽ അതുണ്ടായില്ല. പക്ഷേ തീരദേശ മേഖലയിലെ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ ഈ തോമസ് ജെ നെറ്റ് ഉൾപ്പെടെയുള്ളവർ പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടും ഒരു ചെറിയ വിഭാഗം വോട്ട് രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായി തന്നെ എത്തുകയും ചെയ്തു. ഏതായാലും വരും നാളുകളിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ശക്തമായ സാന്നിധ്യമായി മാറും എന്നാണ് ചില വൃത്തങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ വരും കാല തെരഞ്ഞെടുപ്പുകൾ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖറിനെ ചുറ്റിപ്പറ്റി തന്നെയാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.